ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل وسلم على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم وقد فاز فوزا عظيما. അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പുലർത്തി അല്ലാഹുവും അവന്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി വിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുവഹ്ഹിദുകളായി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ജീവിതകാലം ഹൈറാകുന്ന കാലം അത്രയും അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി നന്മകൾ ചെയ്ത് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വാഹകരായി റബ്ബിനെ കണ്ടുമുട്ടാനും അല്ലാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് അല്ലാഹു തആല നമുക്ക് നൽകിയ ബുദ്ധിയാണ്. മറ്റുള്ള ജീവികളിൽ നിന്നും നാൽക്കാലികളിൽ നിന്നും മനുഷ്യനെ വേറിട്ട് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അത് വിശേഷ ബുദ്ധിയാണ്. നന്മയെയും തിന്മയെയും തിരിച്ചറിയാനുള്ള കഴിവാണ്. സത്യാസത്യങ്ങളെ വിവച്ഛേദിച്ചു മനസ്സിലാക്കാനുള്ള ചിന്തയും തന്റെ ഇടവുമാണ്. ആ മനുഷ്യന്റെ ബുദ്ധി നശിച്ചാലോ മനുഷ്യൻ മൃഗമായി തീരും. മനുഷ്യനും അവന് ഒരു നന്മയുമില്ലാത്ത കന്നുകാലികളെ പോലെ, നാൽക്കാലികളെ പോലെ, മൃഗങ്ങളെ പോലെ മൃഗീയ സ്വഭാവവും അവനിൽ ഉടലെടുക്കും. അല്ലാഹു തആല നൽകിയ ബുദ്ധിയെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നാണ് ലഹരി എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലഹരി അത് തിന്മകളുടെ മാതാവാണ് എന്നുള്ളതാണ്. കുല്ലു മുസ്കിരിൻ ഹറാം വകുല്ലു മുസ്കിരിൻ ഹറാം എന്ന് അല്ലാഹുവിന്റെ റസൂല് ധാരാളം പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം നമുക്ക്. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നത് ഏകദേശം 5000 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ 34-ാം വയസ്സ് മുതൽ അദ്ദേഹം ജയിലിലാകുന്ന കഥ നമ്മുടെ തൊട്ടടുത്ത ജില്ലയിൽ നമ്മൾ കേട്ടവരാണ്. 5000 കോടിയുടെ ആസ്തി ആ മനുഷ്യനെ തന്റെ കുടുംബവും മക്കളും ഒക്കെ വിട്ടൊഴിയുന്ന രീതിയിൽ എല്ലാം നഷ്ടപ്പെട്ട് ജയിലിൽ അകപ്പെടുത്തിയത് ലഹരിയായിരുന്നു. ഇന്നലെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത് താമരശ്ശേരിയിൽ നിന്ന് പിതാവ് ചാരായം വാറ്റുന്നു, 10ാം ക്ലാസ്സുകാരനായ മകൻ അത് സ്കൂളുകളിൽ വിൽക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത ഞാൻ ഇന്നിങ്ങനെ വരുന്ന സമയത്ത് ഒരു സുഹൃത്തിലൂടെ അറിയാൻ കഴിഞ്ഞത്, നമ്മുടെ തളിപ്പറമ്പിൽ പോലും ഇന്നലെ വലിയ ഒരു ലഹരി വേട്ട നടന്നു എന്നുള്ളതാണ്. അല്ലാഹു തആല നമ്മെയും നമ്മുടെ യുവതയെയും അല്ലാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണ്. അള്ളാഹുവിന്റെ ദീനോളം ലഹരിക്കെതിരെ സംസാരിച്ച പരിശുദ്ധമായ ഒരു മതം വേറെയില്ല.
ഏതായിരുന്നു ആ കാലഘട്ടം? ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗമെന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ഒരു കാലഘട്ടത്തിലെയാണ്. അഥവാ തിന്നുന്നതിലും കുടിക്കുന്നതിലും ഒക്കെ എന്തെങ്കിലും ലഹരി വേണം അവർക്ക്. ഞാനൊന്ന് മരിച്ചാൽ എന്നെ കുഴിച്ചിടുന്നത് പോലും ഒരു മുന്തിരിവള്ളിയുടെ ചുവട്ടിലാവണേ എന്ന് വസിയ്യത്ത് എഴുതിയിരുന്ന പിതാക്കൾ കഴിഞ്ഞ ഒരു കാലഘട്ടം. ആ മുന്തിരിവള്ളിയുടെ നീരിൽ നിന്ന് കിട്ടുന്നത് എൻ്റെ മജ്ജയിലേക്ക്, എൻ്റെ മാംസത്തിലേക്ക്, എൻ്റെ എല്ലുകളിലേക്ക് ഒന്ന് എത്തിയാൽ അതിൻ്റെ ഒരു മധുവെങ്കിലും എൻ്റെ ആത്മാവിന് നുകരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചിരുന്ന ഒരു ജനത. അഥവാ ആ രീതിയിലായിരുന്നു അവർ. മരിക്കാൻ പേടി അവർക്ക്. ഇനി കള്ളുടിക്കാൻ പറ്റൂലല്ലോ എന്നുള്ളതാണ്, ലഹരി ഉണ്ടാവില്ലല്ലോ എന്നുള്ളതാണ്. ആ രീതിയിലുള്ള ഒരു ജനതയെയാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധമായ ഈമാനിന്റെ നൂറ് കൊണ്ട് സംരക്ഷിക്കപ്പെട്ടതും അത് കൃത്യമായി അതിലേക്ക് അടുക്കരുതെന്നും അത് തിന്മയുടെ മാതാവാണെന്നും എല്ലാ ലഹരിയും അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഹറാം, അത് ധാരാളം ആകുമ്പോ അത് ലഹരിയായി മത്തുപിടിപ്പിച്ച് അവന്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നതാണെങ്കിൽ അതിന്റെ ഏറ്റവും ചെറിയ അണുപോലും നിഷിദ്ധമാണ്. അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊന്നുകളയരുത്, അത് ശരീരത്തെ കൊല്ലലാണ്. വലാ തൽഖൂ ഐദിയക്കും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കരങ്ങളെ നാശത്തിലേക്ക് എത്തിക്കരുത്. അതിന്റെ തുടക്കം കുറിക്കുന്ന ഏറ്റവും ലളിതമായ ചെറുതായ എന്താണെങ്കിലും മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് പരിശുദ്ധമായ ഹറമിന്റെ മുറ്റത്ത് വലിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് അവിടെ വെച്ച് സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചുള്ള ബോർഡാണ്. ആ സിഗരറ്റ് വലിക്കുന്നതിനെ നിഷിദ്ധമാക്കിക്കൊണ്ടും പാടില്ല എന്ന് എഴുതി വെച്ച ബോർഡിന്റെ താഴെ കൊടുത്ത ആയത്ത് ഈ ആയത്താണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നാശത്തിലേക്ക് എത്തിക്കരുത്. നിങ്ങൾ അല്ലാഹു തആല വളരെ ഗൗരവത്തോടുകൂടെ അല്ലാഹ് റഹീമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അല്ലാഹ് കാരുണ്യവാനാണ് കേട്ടോ, അല്ലാഹ് കരുണാനിധിയാണ് കേട്ടോ, അല്ലാഹ് നൽകിയ ആരോഗ്യത്തെ നിങ്ങൾ നശിപ്പിക്കുകയാണ് കേട്ടോ, അല്ലാഹ് നൽകിയ ആയുസ്സിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ്, കൊല്ലുകയാണ്. ലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊന്നുകളയാണ്, ചെയ്യരുത് എന്ന കൃത്യമായ ബോധ്യം അവനിൽ ഉണ്ടാക്കുകയും ഇത് മാത്രമല്ല അതിന് കാരണമാകുന്ന ഈ ലഹരിയുടെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ വളർത്തിയെടുത്തത്, മാറ്റിയെടുത്തത് അൽ ഖംറു ഉമ്മുൽ ഫവാഹിഷ്, ഏതൊരു തിന്മയിലേക്കും നീ എത്തിക്കുന്നതിന്റെ കാരണം നീ തേടുമ്പോ അത് ലഹരിയായിരിക്കും, എല്ലാ തിന്മയുടെയും മാതാവ് അല്ലെ. അറിയാലോ നമുക്ക്, അല്ലാഹുവിന്റെ റസൂൽ ഒന്നുകൂടി വിശദീകരിച്ചു. അതെങ്ങാനും നീ കഴിച്ചാൽ അക്ബറുൽ കബായിർ മൻ ശരിബഹാ വഖഅ അലാ ഉമ്മിഹി വഅമ്മത്തിഹി വഖാലത്തിഹി, അത് കഴിച്ചാൽ പിന്നെ അവന്റെ ഉമ്മാനെ അവനക്ക് തിരിച്ചറിയില്ല, അവന്റെ അമ്മയെയും അമ്മായിയെയും ഇളയമ്മയെയും അവന് തിരിച്ചറിയാതെ പോകുന്നു. അവന്റെ മേൽ, അവരുടെയൊക്കെ മേലിൽ അവൻ വന്ന് വീഴും. പേരുകൾ ഞാൻ പറയുന്നില്ല മിമ്പറിൽ വെച്ച്, മുസ്ലിം പേരുകളാണ്, മുസ്ലിം നാമങ്ങളാണ്. അവിടെയാണ് നമുക്ക് സങ്കടം, അവിടെയാണ് നാം പേടിക്കേണ്ടത്. ഈ തലമുറയെ കൊണ്ടെത്തിക്കുന്ന വിപത്തിന്റെ എല്ലാവിധ വാതിലുകളും തുറക്കപ്പെടുന്നത് അത് വലിയ വലിയ മുസ്ലിം പേരുകൾ ഉള്ളതിൽ അതിൽ ഉൾപ്പെടുമ്പോൾ നാം പേടിക്കണം. മറ്റുള്ളവരോട് നമുക്ക് സംവദിക്കാം, വർഗീയമായി ഇതിനെ കൊണ്ടുപോകുന്നവരോട് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ നാം പേടിക്കേണ്ടത്, നമ്മിൽ നിന്ന് തുടങ്ങേണ്ടത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത മുസ്ലിം പേരുകൾ അതിൽ കാണുമ്പോഴാണ്. മറ്റുള്ളവരെ പോലെയല്ല, മറിച്ച് ഹറാമാണെന്ന് റസൂൽ പഠിപ്പിച്ചു. അതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ ഒരു ലഹരി ഒരുത്തൻ കഴിച്ചാൽ അവന്റെ 40 ദിവസത്തെ അമലുകൾ പോലും അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് പഠിപ്പിച്ച നേതാവിന്റെ അനുയായികള്. മൻ ശരിബൽ ഖംറ ലം തുഖബൽ ലഹു 43 സബാഹൻ, 40 ദിവസത്തെ അമലുകൾ അല്ലാഹു സ്വീകരിക്കില്ലെന്ന്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖംറി 10, 10 വിഭാഗത്തെ റസൂലുള്ളാഹി ശപിച്ചു. അതുമായി വെറും കള്ളു കുടിക്കണോനെ മാത്രമല്ലേ,
ആസിറഹ വമുഅസിറഹ വശാരിബഹ വഹാമിലഹ വൽമഹ്മൂലത ഇലൈഹി വസാഖിയഹ വബായിഅഹ വആകില തമനിഹ വൽമുശ്തറാ ലഹ വൽമുശ്തറാതു ലഹ. എങ്ങനെ 10 വിഭാഗം ആരൊക്കെയാണ്? അത് വാറ്റുക, അല്ലെങ്കിൽ വാറ്റിക്കുക. ചില ആൾക്കാർ പിന്നിൽ നിന്നിട്ടായിരിക്കും, അവൻ പൈസ ഇറക്കണേ ഉണ്ടാവുള്ളൂ. പണിക്കാരൻ വേറെ ആയിരിക്കും. കാരണം എന്താ? ഓൻക്ക് ആ കുറ്റം കിട്ടരുത് എന്നുള്ള നിലക്ക് ഇവൻ ആരെയാ പറ്റിക്കുന്നത്? വാറ്റുന്നവനും വാറ്റിക്കുന്നവനും, കുടിക്കുന്നവനും കുടിപ്പിക്കുന്നവനും, കൊണ്ടുപോകാൻ പറയുന്നവനും അത് ചുമക്കുന്നവനും ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ നടത്തിയിട്ടുള്ളൂ. എന്താണ് എന്റെ കടയിൽ വിൽക്കുന്നത്? ഞാൻ എന്ത് ശമ്പളമാണ് വാങ്ങുന്നത്? അത് മൂലം കഴിക്കുന്നവർ, അത് വിൽക്കുന്നവർ, വിൽക്കപ്പെടുന്നവർ, അത് ചുമന്നു കൊണ്ടുപോകുന്നവർ, കുടിക്കുന്നവർ, കുടിപ്പിക്കുന്നവർ, ഏതെങ്കിലും രീതിയിൽ അതിന്റെ സമന് പറ്റുന്നവർ. ഷെയർ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയിൽ നിന്ന് തന്നെയാണ് ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോ നമുക്ക് അവരോട് പറയാം, ഷെയർ മാർക്കറ്റിംഗ് ഇസ്ലാമിൽ തെറ്റല്ല, പക്ഷെ നമ്മുടെ ഷെയർ കൊണ്ട് അവരെന്താ മാർക്കറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് പ്രൊഡക്റ്റ്? ഞാനാ ഒരിക്കലൊന്നുമില്ല, പക്ഷെ അതൊന്നും ഇപ്പൊ വെച്ചില്ലെങ്കിൽ കച്ചവടം കിട്ടൂല സാറേ. പറയാവുന്ന ന്യായത. അതൊന്നും വെച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും കച്ചവടം കിട്ടൂല. 4 ബംഗാളികളെ കച്ചവടം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ 4 ബല കച്ചവടം കിട്ടണമെങ്കിൽ, 4 മറ്റവരെ കച്ചവടം കിട്ടണമെങ്കിൽ, 4 കുട്ടികളെ കച്ചവടം കിട്ടണമെങ്കിൽ, എന്നിട്ട് എന്താ അതുകൊണ്ട് നേടുന്നത്? ചെറിയ ലാഭം. അള്ളാഹു ബർക്കത്ത് ചെയ്യും അതില്. അള്ളാന്റെ റസൂല് പറയാ, ഇവരെ മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപത്തിന് വിധേയരായവരാണ്. അപ്പൊ അത് വെറും കുടിക്കണവനും തിന്നണവനും വെക്കണവനും അതേപോലെ തന്നെ രുചിക്കണവനും വലിക്കണവനും മാത്രമല്ല, അതിന്റെ സാഹചര്യം ഒരുക്കുന്ന സമൂഹവും സമുദായവും ഒക്കെ കുറ്റക്കാരാണ് എന്ന തലത്തിലാണ് അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായിട്ട്. കാരണം ഇത് സമൂഹത്തിന്റെ, സമുദായത്തിന്റെ നാശമാണ്. ആ വിത്ത് വിതക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. അടുക്കരുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുദാറു അലൈഹാ ബിൽ ഖംർ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾ കഴിക്കണമെന്നല്ല, കള്ള് വിളമ്പണ സദസ്സിൽ പോയി ഇരിക്കാൻ പോലും പാടില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, പരലോകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ, ഫലാ യജ്ലിസ്, ഇരിക്കാൻ പാടില്ല, പോയി ഇരിക്കാൻ പാടില്ല. അലാ മാഇദത്തിൻ യുദാറു അലൈഹൽ ഖംർ. കള്ള് വിളമ്പുന്ന ഒരു സദസ്സ്, ഒരു സുപ്ര, അവിടെ പോലും ഇരിക്കാൻ പാടില്ല. പക്ഷെ ഇന്ന് അതിനെ വളരെ ലളിതവൽക്കരിച്ചുകൊണ്ടിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാലഘട്ടം വരും, അവരതിന് കള്ളിന് പേരിടൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെക്കാത്തതായിട്ടൊന്നുമില്ല ഈ വിഷയത്തില്. കാരണം ഇത് വളരെ ഗൗരവമുള്ളതാണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യപ്പെടുത്തൽ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് ലോകത്തിന്റെ നേതാവ് നമ്മോട് വിട പറഞ്ഞിട്ടുള്ളത്. അബൂ മാലിക് അശ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ വരാൻ പോകുന്ന സമുദായത്തിൽ നിന്നും ചില ആളുകൾ ഇത് ഉപയോഗിക്കും, അവര് കുടിക്കും. പക്ഷെ അതിന്റെ പേരല്ലാത്ത മറ്റു പേര് അവരിട്ട് കൊടുക്കും. പേരെ മാറുന്നുള്ളൂ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞതുപോലെ മുതല തന്നെയാണ്, പക്ഷെ അതിന് പുതിയ പേരിട്ട് പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും അവരത് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ വളരെ ഗൗരവത്തോടുകൂടെ ജാഗ്രതയോടുകൂടെ കാണണമെന്നും, അതിനെ ഏത് രീതിയിലൊക്കെ, ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ പറയപ്പെടുന്ന MDMA, കഞ്ചാവ് എന്ന് പോലും സാധനങ്ങള് ഗുളികകളായിട്ട്, അതേപോലെ തന്നെ കൂളിംഗ് ഗ്ലാസിന്റെ പിന്നിലൊട്ടിക്കുന്ന സ്റ്റിക്കറായിട്ട് പോലും ഇന്ന് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന രീതിയിലാണ്. ഡ്രോപ്പുകള്, തുള്ളിമരുന്നുകള് മൂക്കിലും വായിലും ഉറ്റിക്കുന്നത്, പല രീതിയിൽ വിഷപ്പാമ്പുകളെ പോലും കൊത്തിപ്പിച്ചിട്ട് ലഹരി ശരീരത്തിലേക്ക് കയറ്റിവിടുന്ന പല രൂപങ്ങളും പല രീതികളും. കുല്ലു മുസ്കിനിൻ ഹറാം. സൂറത്ത് പറഞ്ഞു, ലഹരി ഉണ്ടാക്കുന്ന എന്താണോ അടുക്കരുത്, അടുപ്പിക്കരുത്. രണ്ടാണ്.
അടുക്കുന്നതും തെറ്റാണ്, അടുപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതും തെറ്റാണ്. ഇവിടെയാണ് ഒരു വിശ്വാസി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പോലും അവന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല്, ഞാൻ വഴികേടിലായി പോവാൻ മാത്രമല്ല, ഞാൻ മുഖേന മറ്റൊരാൾ വഴികേടിലാകുന്നത്, ഞാൻ അക്രമിയായാൽ മാത്രമല്ല, ഞാൻ മുഖേന മറ്റൊരാൾ അക്രമിയാകുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അളില്ല ഔ ഉളല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അളിമ ഔ ഉളമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഞാൻ മാത്രം നാശത്തിൽ നിന്ന് മാറിപ്പോയാൽ പോലെ ഞാൻ മുഖേന മറ്റൊരാൾ നാശത്തിലേക്ക് എത്തുന്ന വാതിലുകൾ മുഴുവനും അടക്കപ്പെടുമ്പോഴാണ് അവൻ യഥാർത്ഥ വിശ്വാസിയായി മാറുന്നുള്ളൂ എന്നുള്ളതാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഭാഷ്യം. ഇവിടെയാണ് സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടുകൂടെ തിന്മകൾ ധാരാളം, ചിന്താശേഷി നശിക്കുന്നു, കുടുംബങ്ങൾ തകരുന്നു, ആരോഗ്യം നഷ്ടപ്പെടുന്നു, സാമ്പത്തികം തകരുന്നു, സാമൂഹിക കുറ്റകൃത്യങ്ങൾ അധികരിക്കുന്നു, ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുന്നില്ല, കൂടാതെ വിശുദ്ധമായ ഖുർആന്റെ താക്കീതുകൾ മുഴുവനും ലംഘിക്കുന്നു. നന്മയോ നൈമിഷിക നേരത്തേക്ക് കിട്ടുന്ന ചില സുഖങ്ങൾ മാത്രം മനുഷ്യനല്ലാതാക്കി മാറ്റുന്നു. സഹോദരങ്ങളെ, ആയതുകൊണ്ട് ഒരു ലോക ലഹരി വിരുദ്ധ ദിനത്തിന് ഞാൻ വരുന്ന സമയത്ത് തളിപ്പറമ്പിൽ ബസ് ഇറങ്ങിയപ്പോണ്ട് അവിടെ കുറെ വിദ്യാർത്ഥികൾ അവരൊക്കെ ബോർഡിൽ ഒപ്പുവെക്കുന്നുണ്ട്. നല്ലതാണ് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ, അഥവാ അതൊരു ഐക്യദാർഢ്യമാണ്. ഇല്ല, ഞാനില്ല, എന്റെ ജീവിതം കൊണ്ട് ഞാനില്ല. ഏതെങ്കിലും ഒരു തിന്മയിലേക്ക് എത്തുമ്പോൾ ആ കുട്ടികൾ ഓർക്കും, ഞാൻ ഈ ഒപ്പുവെച്ചവനാണ്, ഞാനൊരു പ്രതിജ്ഞ എടുത്തവനാണ്. ആ പ്രതിജ്ഞ ലംഘിക്കാൻ പാടില്ല. എന്റെ മാതാപിതാക്കളോട്, എന്റെ ഗുരുനാഥന്മാരോട്, സമൂഹത്തോട് എനിക്ക് ബാധ്യതയുണ്ട്. നമ്മുടെ മക്കൾക്കിടയിൽ ചർച്ച ചെയ്യണം. ഒന്ന് ഖുതുബ കേട്ട് പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? വീട്ടിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് കൂടണം. നമ്മൾ സംഘടനാ ചർച്ചകൾ നടക്കുന്നുണ്ട്, സിമ്പോസിയങ്ങളും സെമിനാറുകളും ഒക്കെ നടക്കുന്നുണ്ട്. വീട്ടിൽ അതൊന്നും നടക്കുന്നില്ല. നമ്മുടെ മക്കൾക്ക് ബോധ്യപ്പെടുത്തണം. നിസ്കാരത്തെക്കുറിച്ചും നോമ്പിനെ കുറിച്ചും സൽക്കർമ്മങ്ങളെ കുറിച്ചൊക്കെ ആദ്യം മീറ്റിംഗ് കൂടേണ്ടതും ചർച്ച ചെയ്യേണ്ടതും ക്ലാസ് നടത്തേണ്ടതൊക്കെ നമ്മളെ വീട്ടില. ഇതിന്റെ അപകടം പറഞ്ഞു കൊടുക്കണം, കുട്ടികളെ ബോധ്യപ്പെടുത്തണം, ഇതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തണം. മക്കൾ നമ്മളെ പലപ്പോഴും കാണുന്നില്ല. നമുക്ക് അവരുടെ കൂടെ ഒന്നും ഇരിക്കാൻ നേരമില്ല. അവർക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നത് എന്നുള്ള ന്യായമാണ് നമുക്ക് പറയാനുള്ളത്. അവരെ കൂടെ ഇരിക്കാൻ കിട്ടുന്നവരുടെ കൂടെ അവർ പോകുന്നു. ആ കൂടെ ഇരിക്കാൻ കിട്ടുന്നവർ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവരത് വാങ്ങുന്നു. അതൊരു രസത്തിന് വാങ്ങുന്നു. ഈ നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയടാ, വേണ്ടെങ്കിൽ വേണ്ട. അടിമയാകുന്നു. സാഹചര്യം നമ്മൾ ഒരുക്കുന്നു. കൂടെ ഇരിക്കാനും ചേർത്ത് പിടിക്കാനും കൂടെ ചേർക്കാനും നമുക്ക് നേരമില്ല. പള്ളിയിൽ നമ്മൾ പോകുന്നുണ്ട്, അള്ളാന്റെ മുന്നിൽ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. മാത്രം മതിയോ? ഇമാമൻ എന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച നമുക്ക് അവരുടെ മുന്നിൽ നടക്കുന്ന മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഇമാമാവാൻ കഴിയുന്നില്ലെങ്കിൽ ഇവിടെയാണ് വിഷയം. ഇതിന് നമ്മൾ സമയമൊരുക്കണം, സാഹചര്യം ഒരുക്കണം, കുടുംബയോഗങ്ങൾ ഉണ്ടാവണം, കുടുംബ സംഗമങ്ങൾ ഉണ്ടാവണം. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. പറ്റുമെന്നുണ്ടെങ്കിൽ ഓരോ വർഷവും കുടുംബ സംഗമങ്ങൾ നടത്തണം. ചേലേട്ട് തറവാട്ടുകാരും ചേലക്കോട് തറവാട്ടുകാരും പാലത്തിങ്കൽ തറവാട്ടുകാരും പള്ളിയാൽ തറവാട്ടുകാരും കുടുംബ സംഗമങ്ങൾ നടക്കട്ടെ. കുടുംബങ്ങൾ കാണട്ടെ, അറിയട്ടെ, ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യട്ടെ. പറ്റുമെന്നുണ്ടെങ്കിൽ 2-3 മാസത്തിലൊരിക്കലായിക്കോട്ടെ. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാളൊക്കെ കുറേ നന്മകളായിരിക്കും അത്. എന്നിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ. 46 വർഷത്തോളം സൗദി അറേബ്യയിൽ നിന്ന് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാൾ കടന്നു വന്നത് സ്വന്തം ആകെയുള്ള വീട്ടിലെ ആൺതരി കുടുംബത്തിലെ 3 എണ്ണത്തിനെ കൊന്നിട്ടാണ്. അടുത്തേ കഴിഞ്ഞിട്ടുള്ളൂ, കൊല്ലത്ത് അല്ലേ, അടുത്തേ കഴിഞ്ഞിട്ടുള്ളൂ. ആ പിതാവ് നെഞ്ചുകൊട്ടി നെഞ്ചത്തടിച്ച് കരഞ്ഞത്, ഞാൻ ആർക്ക് വേണ്ടിയാണ് ഞാൻ സമ്പാദിച്ചത്? എന്റെ കുടുംബാണ് ഈ തകർന്നു കിടക്കുന്നത്. വീട്ടിൽ ഒരുത്തൻ ബാക്കിയുള്ള 4 ആൾക്കാരെയും കുത്തി കൊലപ്പെടുത്തുകയാണ്. ഇനി 3 എണ്ണം മരിക്കുകയാണ്.
അവനെയും വേട്ടയാടിയത്, ആ ചെറിയ പയ്യനെയും വേട്ടയാടിയത് മയക്കുമരുന്ന്. ഇപ്പോഴും ആ ഉപ്പ അവർക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി ആ മണലാരുണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുക. അല്ലാഹു തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ യുവതലമുറയെയും മക്കളെയും അല്ലാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ആയതുകൊണ്ട് വളരെ ജാഗ്രത ഈ വിഷയത്തിലുണ്ടാവണം. എന്റെ കുട്ടി അതൊന്നും ഉണ്ടാവില്ല എന്ന് ആരെക്കുറിച്ച് നമ്മൾ കണ്ണടച്ച് പറയണ്ട. നമ്മുടെ കുട്ടികളെ കുറിച്ച് നല്ല ബോധ്യം നമുക്ക് ഉണ്ടാവണം. വിജ്ഞാനം മാത്രം കൊടുത്താൽ പോരാ. ആരൊക്കെയാണ് കൂട്ടുകൂടുന്നത്, ആരൊക്കെയാണ് കൂട്ടാളികൾ, എവിടേക്കൊക്കെയാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്, ആരുടെ കൂടെ ഇരിക്കുന്നു, എന്തൊക്കെയാണ് കഴിക്കുന്നത്, പോക്കറ്റ് മണി എന്ന് ഇതിന്റെ പേരിൽ എന്താണ് അവർ വാങ്ങിച്ചു കൂട്ടുന്നത്. മോന് മാത്രമല്ല കേട്ടോ, മകൻ മാത്രമല്ല മകളെയും ചേർത്തി പറയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒപ്പം പിടിക്കപ്പെടുന്നു. ചെറുപ്രായത്തിലെ പെൺകുട്ടികൾ പോലും അതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്നു. നമ്മുടെ ഗവൺമെന്റ് തൂഫാൻ എന്ന പേരിൽ ഒരു വലിയ ഒരു ക്യാമ്പയിൻ തന്നെ പ്രഖ്യാപിച്ചിട്ട് അടിമുടി അതിനെ നശിപ്പിക്കാവുന്ന, വേരറക്കാവുന്ന രീതിയിൽ പോലീസും സർക്കാരും കൂടെയുണ്ട്. കൂടെ നിൽക്കാൻ നമുക്ക് സമയം കാണണം, സമയം കണ്ടെത്തണം. അതിനൊന്നും നമുക്ക് നേരില്ലാതുള്ള ഈ പൈസ ഉണ്ടാക്കൽ വേണ്ട നമുക്ക്. ആർക്ക്, എന്തിന്? അതിന്റെ ഒന്നും കൂടെ നിൽക്കാൻ നമുക്ക് ടൈം കാണാതെ, സാമൂഹ്യ വിഷയങ്ങളിൽ ഒന്നും നമുക്ക് ഇടപെടാൻ നേരമില്ലാതെയുള്ള സമ്പാദിച്ചു കൂട്ടൽ കൊണ്ട് വലിയ നേട്ടങ്ങൾ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആയതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ ഇതിനെ കാണണമെന്ന ബോധ്യം നമുക്കുണ്ടാവണം. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാനി ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. നിങ്ങൾക്ക് വിജയം വേണം. മദ്യം, ചൂതാട്ടം, അതേപോലെയുള്ള ആ രീതിയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഏകദേശം അടുത്തടുത്ത് വരും. അങ്ങനത്തെ സദസ്സുകളിൽ സാഹചര്യങ്ങൾ ഉണ്ടാക്കുമ്പോ അതിൽ ഈ രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കടന്നു വരും. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന എല്ലാ വസ്തുക്കളും എല്ലാം, മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠകള്, അതേപോലെ തന്നെ ഭാഗ്യപരീക്ഷണത്തിന് വേണ്ടിയുള്ള അമ്പെയ്ത്ത്, ഇങ്ങനെ തുടങ്ങിയിട്ട് ആ ടീം നടത്തുന്ന പരിപാടികളുമായി ഒക്കെ മാറി നിൽക്കണം, വേറിട്ട് നിൽക്കാൻ കഴിയണം. സകല ചൂഷണങ്ങള്, മദ്യം നമുക്ക് നാശമാണെങ്കിൽ നേരെ പറഞ്ഞ മറ്റതൊക്കെ മറ്റു രീതിയിലുള്ള ചൂഷണങ്ങളാണ്. ഇതെല്ലാം ഹറാമാണ്, നിഷിദ്ധമാണ്. അതിൽ നിന്ന് നിങ്ങൾ പൈശാചികതയുടെ പ്രവർത്തനങ്ങളാണ്. നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം കിട്ടും എന്ന് അല്ലാഹു പറയാം. ആ റബ്ബിന്റെ വാക്ക് കേട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ മക്കൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂർ. الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وأصحابه الفائزين الشرفاء أما بعد. അള്ളാഹുവെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയത്തെ ഏതെങ്കിലും രീതിയിൽ നമുക്കോ നമ്മുടെ മക്കൾക്കിടയിലോ കണ്ടു കഴിഞ്ഞാലോ പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? അവനെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവനെ നന്നാക്കിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിവർത്തിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. നിസ്കരിക്കാൻ പള്ളിയിൽ വരുമ്പോ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതിയിട്ട് തീരുന്നില്ല. പള്ളിയിൽ നിസ്കരിക്കാൻ വന്നിട്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതിയിട്ട് തീരുന്നില്ല. ഒരു സ്വഹാബിയാണ്. അല്ലാഹ് അവനെ തൊട്ട് റളിയല്ലാഹു അൻഹു, അല്ലാഹ് തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് അവരെ പരിവർത്തിപ്പിച്ചത് റസൂലുള്ളാഹിയും സ്വഹാബത്തും വിശുദ്ധ ഖുർആനും സുന്നത്തുമാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. എന്തെങ്കിലും ഒരു തെറ്റിലോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ മക്കളോ വേറെ ആരോ പെട്ടുപോയാൽ എന്താണ്, അച്ചക്കൻ കേടുന്നവനാണ്, അച്ചക്കൻ കഴിച്ചുപോയി, അതിനൊന്നും നന്നാക്കി എടുക്കാൻ കഴിയൂല, ഒക്കെ വിടുക. അതിനോടൊന്നും ഒരു കാര്യമില്ല സമൂഹം.
വളരെ നെഗറ്റീവായ ചിന്തകൾ പറഞ്ഞു. സത്യവിശ്വാസിയിൽ നിന്ന് ഉണ്ടാവാനേ പാടില്ല. അവരെ നന്നാക്കിയെടുക്കാൻ, അവർക്ക് നല്ല ചിന്തകൾ ഇട്ട് കൊടുക്കാൻ, ആ തിന്മയിൽ നിന്ന് അവരെ മാറ്റിക്കൊണ്ടുവരാൻ, സാഹചര്യങ്ങളിൽ നിന്ന് അവരെ മാറ്റിയിട്ട് മറ്റൊരു സാഹചര്യങ്ങളെ സൃഷ്ടിക്കാൻ 100 ആളെ കൊന്ന ചരിത്രം പറയുന്നിടത്ത് നമ്മൾ കാണേണ്ട ഒരു വിഷയം തൗബ മാത്രമല്ല. ആ തൗബ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു 100ാമത്തെ പണ്ഡിതൻ. ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാലോ അല്ലെ? ആദ്യം 99 ആളെ കൊന്നു. ഒരാളോട് പോയിട്ട് ചോദിച്ചു, ഞാൻ 99 ആളെ കൊന്ന ഒരാളാണ്, എനിക്ക് വല്ല വകുപ്പുണ്ടോ? മൂപ്പര് പറഞ്ഞു, 99 ആളെ കൊന്നോനോ, എനിക്ക് എന്ത് വകുപ്പ്? നീച്ചൊക്കെ എങ്ങനെ മൂപ്പരെയും കൊന്നു? ഓൻക്കിപ്പോ എന്താ, ഓൻ സെഞ്ചുറി അടിച്ചു. എന്നിട്ട് ആ മനുഷ്യന് നന്നാവണം എന്നുള്ള കൊതി തീർന്നിട്ടില്ല. അത് ആത്മാർത്ഥമായിരുന്നു. അത് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് കഴിയാതെ പോയതാ. ഇത് തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ വിജയം. അവിടെയാണ് നമ്മൾ യഥാർത്ഥ ഒരു മുഅ്മിനായി മാറേണ്ടത്. അദ്ദേഹം പറഞ്ഞു, നിനക്കും തൗബയുണ്ട്, നീ പശ്ചാത്തപിക്കണം, ഖേദിച്ചു മടങ്ങണം. മാത്രമല്ല, ഈ സാഹചര്യം, ഈ ഒരു അന്തരീക്ഷമാണ് നിന്നെ കൊലപാതകിയാക്കുന്നത്. ഇവിടെ തന്നെ നീ മാറിയിട്ട് മറ്റൊരിടത്തേക്ക് അദ്ദേഹത്തെ അഡോപ്റ്റ് ചെയ്യാണ്. മാറാൻ വേണ്ടി അദ്ദേഹത്തിന് സാഹചര്യം ഉണ്ടാക്കുകയാണ്. ആ നന്നാവാൻ പോകുന്ന ആ സാഹചര്യത്തിൽ പോലും അദ്ദേഹം മരണപ്പെട്ടപ്പോ അള്ളാഹ് അദ്ദേഹത്തിന് അഫ്വ് കൊടുത്ത ഗഫൂറായ റഹീമായ റബ്ബിനെ കുറിച്ച് ഈ മക്കളുടെ മനസ്സിൽ നിങ്ങൾ ചിന്ത ഉണ്ടാക്കാൻ കഴിയണം. നിങ്ങൾക്ക് യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. സ്വയം ശരീരങ്ങളോട് സാഹചര്യങ്ങളെ കൊണ്ടും സാഹചര്യങ്ങളെ തള്ളിച്ച കൊണ്ടും തെറ്റ് ചെയ്തു പോയ, തെമ്മാടിത്തരത്തിൽ പെട്ടുപോയ എന്റെ അടിമകളെ വിളിച്ചു പറയണം നബിയേ, അവരെന്റെ അടിമകളാണ്, അവർക്ക് പറ്റിപ്പോയതാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെടല്ല മോനെ എന്ന് പറഞ്ഞ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ, മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ അല്ലാഹ് തയ്യാറാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് റബ്ബിനെ കുറിച്ച് പരിചയപ്പെടുത്തി ബോധ്യം ഉണ്ടാക്കി കൊടുക്കുമ്പോ ആ സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾക്ക് വിരമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഒറ്റ ചോദ്യത്തിൽ അല്ലേ, ഘട്ടം ഘട്ടമായി അവരെ നിർത്തലാക്കി കൊണ്ടുവന്നിട്ട് അവസാനം അവർക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടായപ്പോ അവര് പറഞ്ഞത്, ഇൻതഹൈനാ യാ റബ്ബ്, റബ്ബേ ഞങ്ങൾ നിർത്തിയിട്ടോ, ഇനിയില്ല. പിന്നെ ഇല്ല, തൊട്ടിട്ടില്ല. ആ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധ്യം അവരിൽ ഉണ്ടാക്കി. അതുണ്ടാക്കാൻ നമുക്ക് കഴിയണം. സാഹചര്യങ്ങളെ സൃഷ്ടിക്കണം. ഒരു തിന്മയിൽ നിന്ന് ഒരുത്തരൊന്നും ഇങ്ങനെ കരകയറ്റിയിട്ട് നിങ്ങളൊന്ന് വളർത്തിക്കൊണ്ടുവന്നുണ്ടല്ലോ, അതിനേക്കാൾ വലിയ നേട്ടം മറ്റൊന്നുമില്ല. അല്ലാത്ത ഹദീസാണ്. ഒരാള് നീ മുഖേന സന്മാർഗത്തിലേക്ക് തിരിച്ചു വന്നാൽ ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെക്കാളും നിനക്ക് ഖൈറാണെന്ന് ഇതിന്റെ ആളുകളായി മാറാനും നമുക്ക് കഴിയണം. അല്ലാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മെയും നമ്മുടെ തലമുറകളെയും അല്ലാഹു തആല നന്നാക്കി പെരുമാറാകട്ടെ. അല്ലാഹു നന്നാക്കി പെരുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്കും നമുക്കും അല്ലാഹു ദാനം ചെയ്യുമാറാകട്ടെ. اللهم اصلح شبابنا اللهم اصلح شبابنا من كل سيئات يا رب العالمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ മക്കൾ, ആ മക്കൾ ഞങ്ങളുടെ കണ്ണിലുണ്ണികളാണ് റഹ്മാനെ. അവർക്ക് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടുന്ന ഇൽമുകൾ ഞങ്ങൾ നൽകുന്നുണ്ട്. റഹ്മാനായ റബ്ബേ, നിന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യത്തിന്റെ നോട്ടം അവരിൽ ഉണ്ടാവണേ റഹ്മാനെ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നീ അവരെ കാത്തു സംരക്ഷിക്കണേ തമ്പുരാനെ. തമ്മാടിത്തരങ്ങളിലേക്ക് പോകുന്നതിനെ തൊട്ട് നീ അവരെ കാക്കണം റഹ്മാനെ. വലിയ വിപത്തുകളിൽ അവർ ചെന്ന് ചാടുന്നതിന് റബ്ബേ നീ കാക്കണം റഹ്മാനെ. അവർ നശിച്ചാൽ സമുദായം നശിക്കും റഹ്മാനെ, സമൂഹം നശിച്ചു പോകും.
കുടുംബത്തിൽ ആകെ ചീത്തപ്പേരുണ്ടാകും. അങ്ങേയറ്റം അതിനേക്കാൾ വലിയ സങ്കടങ്ങളും വിഷമങ്ങളും ഞങ്ങൾക്ക് മറ്റൊന്നും ഉണ്ടാവൂല. ആയതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഞങ്ങളെ മക്കളെ നീ കാക്കണം തമ്പുരാനെ. ഞങ്ങൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നീ കാക്കണം തമ്പുരാനെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും